പിണറായി വിജയനെ പിന്തുണച്ചുള്ള പ്രസ്താവനയിൽ വിശദീകരണവുമായി ആലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ CPM നേതാവുമായ G. സുധാകരൻ രംഗത്ത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ സന്തോഷമുണ്ട്, പക്ഷേ മൂന്നാം ഊഴം സഫലമാകില്ല എന്നാണ് പറഞ്ഞത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനം LDFന് വോട്ട് ചെയ്യില്ല, താൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDFന്റെ സീറ്റ് ഒഴിച്ചിട്ട് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ അവരുടെ രാഷ്ട്രീയമാണ്. ഒന്നും എന്നോട് ചോദിക്കണം. അവരിന്നലെ വന്ന് പിന്തുണ പറഞ്ഞല്ലോ. ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ലീഡേഴ്സ് മൊത്തം ഉണ്ടാകും. അവർ 16-17 പേര് ഹമീദിന്റെ നേതൃത്വത്തിൽ. എങ്ങനെ ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തും. അതെ, അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാം. അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരുടെ ഡയറക്ടർ പിന്തുണയല്ലല്ലോ, അത് അവരുടെ പിന്തുണയല്ലേ. BJP മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് ഷാജാനെ? ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നത്? അവര് സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞു, പിന്നെ എന്നെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ചോദിക്കുന്നത് കുഴിഷ്ടി ചോദ്യമാണ്. അതെന്തിനാണെന്ന് എനിക്കറിയാം. അത് വേണ്ട. അത് നിങ്ങൾ കൈരളിയുടെ കൈ വെച്ചാൽ മതി. കൈരളി സ്ഥാപിക്കാൻ ആദ്യകാലത്ത് വലിയ ഫണ്ട് കൊടുത്താണ് ഞാൻ. 21 ലക്ഷം രൂപ ജില്ലയിൽ നിന്ന് പിരിച്ചു കൊടുത്തത്. പാർട്ടി വിട്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളോട് വിട്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ എന്നെ നിലപാടൊന്നും മാറ്റിയില്ല. അതുകൊണ്ട് നിലപാടിൽ എന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ സന്തോഷമാണ്. ഞാനെന്താ മനസ്സിലായില്ലേ? സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ മനസ്സിലായില്ലേ? പക്ഷെ മൂന്നാം ഊഴം കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ പ്രിൻസിപ്പൽസ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരാശയക്കുഴപ്പം എനിക്കില്ല, നിങ്ങൾക്ക് കാണും. കാരണം നിങ്ങൾക്ക് ഉപരിപ്ലവമായ രാഷ്ട്രീയം മാത്രമേ നോട്ടമുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും എന്നോട് ചോദിച്ചോളൂ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന സന്തോഷമുണ്ട്. ഇതത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതെ, നിങ്ങൾ മാറ്റി പറയുന്നതാണ്. അപ്പൊ ചോദിച്ചപ്പോ സന്തോഷമാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ചീത്ത പറയണം? അതിലെന്താ തെറ്റ്? ഇതാണ് മറുപടി. ഇതാണ് ചോദ്യം. ഇതൊരു ചോദ്യമാണ്.